ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് എന്താണ് എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലേ, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ല, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും കൂടെ ഉൾപ്പെടുന്ന ഈ ലോ എൻഫോഴ്സ് ചെയ്യുന്ന, ലോ പ്രൊട്ടക്ട് ചെയ്യുന്ന, ലോ സൂപ്പർവൈസ് ചെയ്യുന്ന ആ ഒരു ഹോൾ ബ്യൂറോക്രസി, ഓക്കെ, ആ ഒരു ബ്യൂറോക്രാറ്റിക് ബോഡി, ഓക്കെ, ആ ഒരു സിസ്റ്റത്തിനെയാണ്, ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം സോവറിറ്റി എന്ന് പറയുന്നത് അതിനകത്തൊരു പ്രധാനപ്പെട്ട പരമാധികാരം എന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്ലൂറിസ്റ്റിക് തിയറി ഉണ്ട്, മോണിസ്റ്റിക് തിയറി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അടുത്തത് പിന്നെ നമ്മൾ സ്റ്റേറ്റിന്റെ ഒറിജിനെ കുറിച്ചുള്ള കുറച്ച് തിയറീസ് നോക്കിയല്ലേ. അടുത്താണ് തിയറീസ് ഓഫ് സ്റ്റേറ്റ്. അപ്പം സ്റ്റേറ്റിനെ കുറിച്ചുള്ള കുറച്ച് തിയറി ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ് എങ്ങനെയാണ് പല പല സ്റ്റേറ്റുകൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് തിയറികളുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലിബറൽ തിയറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ലിബറൽ തിയറി ഓഫ് സ്റ്റേറ്റ് സിമ്പിൾ ആണ്. ഇപ്പൊ ലിബറലിസം എന്താണെന്ന്, മാർക്സിസം എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പൊ ആ ഐഡിയ തന്നെ പോകുന്നു. Okay, liberal theory believes that state main job is to protect individual freedom. It says that people have basic rights and the government should have limited power. Just have to keep things safe and provide few essential services that no one else can. നമ്മൾ നേരത്തെ പറഞ്ഞ ലിബറലിസത്തിൽ എന്താണ് സ്റ്റേറ്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ഓക്കെ, ഫെസിലിറ്റേറ്റർ ആണ് അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആണ്. ഗവൺമെന്റ് റോൾ എന്ന് പറയുന്നത് ഇവരുടെ എന്താണ്, നമ്മൾ സിറ്റിസൺസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് മാത്രമാണ് എന്താണ് ലിബറൽ സ്റ്റേറ്റിൽ ഗവൺമെന്റിന്റെ റോള്. അല്ലാതെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് കൂടുതൽ ഇൻഡിവിജ്വൽ ഫ്രീഡം പ്രൊട്ടക്ട് ചെയ്യുക, ഇൻഡിവിജ്വൽസിന്റെ എന്താണ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ലിബറൽ തിയറി ഓഫ് സ്റ്റേറ്റിൽ സ്റ്റേറ്റിന്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുകളിലേക്ക് എസെൻഷ്യൽ സർവീസസും കൊടുക്കുക, ഒരു ഫ്യൂ എസെൻഷ്യൽ സർവീസസും കൊടുക്കുക. അതിന് മുകളിലേക്കൊന്നും സ്റ്റേറ്റ് ഇടപെടാൻ പാടില്ല. What liberals want from the state? Protection of rights. This includes simple things like the freedom to speak your mind, choose your religion, own your property, make your own personal choices. The state job is to make sure no one, not even the government, can take this away. അപ്പം എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞത്? എന്ന് വെച്ചാൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ബേസിക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കേട്ടോ. ബേസിക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് സ്റ്റേറ്റിന്റെ ജോലി. അതായത് വേറെ ആരും നമ്മളിൽ നിന്ന് അത് സ്ട്രിപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പം അത് നോക്കേണ്ട ഒരു 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 സൂപ്പർവൈസർ ആണ് സ്റ്റേറ്റ്. Rule of law. This means the law applies to everyone from the top leader to the average citizens. It makes sure that people are treated fairly and the legal system is predictable and consistent for all. Okay. റൂൾ ഓഫ് ലോ എന്താണ്? നിയമം എന്ന് പറയുന്നത് നിയമത്തിന്റെ വാഴ്ച. ഓക്കെ, നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി അപ്ലൈബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം. ഓക്കെ, അതായത് എന്താണ് ബേസിക്കലി ഇപ്പം ലിബറൽ സ്റ്റേറ്റിൽ എന്താണ് ഈ പറയുന്ന ക്ലാസ്സുകൾ, ഡിഫറെന്റ് ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. സ്കില്ല് കൂടുതൽ ആർക്കാണോ അയാൾ കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ലിബറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവിടെ എന്താണ് ഷുവർ ആയിട്ടും ക്ലാസ്സുകൾ ഉണ്ട്. അപ്പം കാശുള്ളവനോ സ്കില്ല് കൂടുതലെന്നോ ഉള്ളവന് കൂടുതൽ പരിഗണന നിയമത്തിന് മുന്നിൽ കിട്ടരുത് എന്നൊരു ഐഡിയ ആണ് റൂൾ ഓഫ് ലോ പറയുന്നത്. ഓക്കെ, democratic participation. People should have a real say in how they are governed. This is done through regular elections, free speech, and being able to get involved in കമ്മ്യൂണിറ്റി ഡിസിഷൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷന്റെ കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, അതായത് ആൾക്കാർക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഉണ്ടാവണം, ആ പറയുന്ന റൈറ്റും ഉണ്ടാവണം. ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി എന്നാണ് പറഞ്ഞത്. ഓക്കെ, വാട്ട് ദ ലിബറൽ സ്റ്റേറ്റ് ഷുഡ് അവോയ്ഡ് എന്ന് നോക്കാം. പെട്ടെന്ന് പറയാം, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. Too many rules. Okay, the government should not make too many rules about their personal choices, business decisions, or people relate to each other. This also allows for maximum freedom and creativity. എന്താണ് നമുക്കെല്ലാം അറിയുന്ന പോലെ എന്താണ് ഒരു പരിധിക്ക് മുകളിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാൻ പാടില്ല. ഓക്കെ, അതാണ് ലിബറലിസത്തിന്റെ ഒരു ബേസിക് ഐഡിയ. ഓക്കെ, controlling the economy. State should not try to control things like prices or wages. It should trust the free market to manage the economy while still preventing unfair practices like monopolies. സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, മാർക്കറ്റിൽ ഇടപെടാൻ പാടില്ല. പക്ഷെ സ്റ്റേറ്റ് ഇടപെടാം. ഏതെങ്കിലും ഒരാള് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ മുകളിൽ, ഒരു കമ്മോഡിറ്റിയുടെ മുകളിൽ, അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിന്റെ മുകളിൽ ഒരു മോണോപോളി ആയിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരു ഒറ്റയാനായിട്ട് വരികയാണെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് വേണമെങ്കിൽ കടങ്ങി വരാം. അല്ലാത്ത പക്ഷം സ്റ്റേറ്റ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ പോരുത്. ഓക്കെ, അത് പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും പ്രൈസ് സീലിന്റെ കാര്യത്തിലാണെന്നും സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പോരുത്, മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ പോരുന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്താണ് മാർക്സിസ്റ്റ് തിയറി ഓഫ് സ്റ്റേറ്റ്. The Marxist theory has a very different view. It sees the state as a tool used by the rich and powerful to control and take advantage of the poor and working class. നമ്മൾ മാർക്സിസ്റ്റ് തിയറി ഓഫ് സ്റ്റേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മാർക്സിസത്തിൽ എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, എന്താണ് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയുള്ള ഒരു ടൂൾ ആയിട്ടാണ് സ്റ്റേറ്റിനെ മാർക്സിസം കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റി വരണമെന്ന് കമ്മ്യൂണിസം പറയുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന അപ്പർ ക്ലാസിന്റെ, ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ, ബൂർഷകളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മാർക്സിസ്റ്റ് തിയറി ഓഫ് സ്റ്റേറ്റിൽ പറയുന്നത്. It believes that society is divided into classes based on who owns the factories and businesses and who sells their work to survive.
ഓക്കെ. എന്താണ് സൊസൈറ്റീനെ നമുക്കറിയാവുന്ന പോലെ രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വർക്കിംഗ് ക്ലാസ് എന്നും പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ക്ലാസ് എന്താണ് സ്വാഭാവികമായിട്ട് പ്രൊലറ്റേറിയറ്റ് സ്റ്റേറ്റ്, അത് തന്നെ. ഓക്കെ, പ്രൊലറ്റേറിയറ്റ് സ്റ്റേറ്റ്. അപ്പം എന്താണ് പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്നും തിരിച്ചിട്ടുണ്ട്. ഓക്കെ, മാർക്സ് എന്ത് തിരിച്ചിട്ടുണ്ട്? രണ്ട്. ഒന്ന് വർക്കിംഗ് ക്ലാസ് എന്താണ് സർവൈവ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന രീതിയിൽ എണ്ണയിട്ട യന്ത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് ക്ലാസ്. അത് കണക്ക് ഈ പറയുന്ന തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് ഈ പറയുന്ന കമ്മോഡിറ്റിയുടെ മുകളിൽ ഒരു തരത്തിലുള്ള ഓണർഷിപ്പും കൊടുക്കാതെ പ്രോപ്പർ ആയിട്ടുള്ള വേജസും കൊടുക്കാതെ പ്രോഫിറ്റ് മുഴുവൻ അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ ഒരു ഭൂരിഭാഗം പങ്ക് കൊണ്ടുപോകുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഉണ്ട്. ഓക്കെ, ബൂർഷ്വാ ക്ലാസ് ഉണ്ട്. How the state helps the rich? Protecting property. The state laws protect the wealth and investment of business owners, even when that wealth comes from taking advantage of workers who create the actual value. അപ്പൊ എന്താണ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അപ്പർ ക്ലാസ്സിന് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അത് പ്രോപ്പർട്ടി ആകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുഖേനുള്ള വെൽത്ത് ആകാം, ഫാക്ടറി ആകാം, എന്തൊക്കെ അതിനെ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ആരിൽ നിന്ന്? തൊഴിലാളികളിൽ നിന്ന്. ഓക്കെ, ഈ വെൽത്ത് പക്ഷെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വെൽത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തൊഴിലാളികളുടെ അധ്വാനത്തിലൂടെയാണ്. ഓക്കെ, ഈ പറയുന്ന വർക്കിംഗ് ക്ലാസിന്റെ എന്താണ് വർക്കിംഗ് ക്ലാസിന്റെ അധ്വാനത്തിലൂടെയാണ് ഈ പറയുന്ന എന്ത് വരുന്നത്? വെൽത്ത് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന് കിട്ടുന്നത്. ഓക്കെ, അവിടെയാണ് ഇതിന്റെ ഐറണി കിടക്കുന്നത്. Stopping workers' movement. The police and military are used to break up strikes, stop unions from forming, and prevent workers from demanding better conditions or high wages. എന്താണ് പിന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന് വേണ്ടി എന്താണ് എത്ര ചൂഷണം, മനുഷ്യനല്ലേ, ഒരു ചൂഷണം നേരിടുന്നതിന് ഒരു പരിധി ഉണ്ട്. ഒരു പരിധി വിട്ട് കഴിയുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും. അത് ലേബർ യൂണിയൻസ് വഴിയാകാം, സമരങ്ങൾ വഴിയാകാം, എന്ത് വഴിയുമാകാം. ഓക്കെ, അപ്പം അതിനെയൊക്കെ അടിച്ചമർത്തുക എന്ന് പറയുന്നതാണ് ആര് യൂസ് ചെയ്തുകൊണ്ട്? ഈ പറയുന്ന പോലീസ്, മിലിറ്ററി പോലെയുള്ള റിഗ്രസീവ് ആയ അല്ലെങ്കിൽ ഭയങ്കര ഈ പറയുന്ന റിപ്രസീവ് ആയിട്ടുള്ള മെഷേഴ്സ്, സ്റ്റേറ്റിന്റെ മെഷീനറീസ് യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വർക്കേഴ്സ് മൂവ്മെന്റ്സിനെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ജോലിയാണ്. ഓക്കെ, കൺട്രോളിങ് ഐഡിയാസ്. ദി ഗവൺമെന്റ് ആൻഡ് മീഡിയ ടീച്ച് പീപ്പിൾ ടു അക്സെപ്റ്റ് ഇൻഇക്വാലിറ്റി ആസ് നാച്ചുറൽ, സോ ദേ ഡോണ്ട് ക്വസ്റ്റ്യൻ വൈ സം പീപ്പിൾ ആർ റിച്ച് വൈൽ അതേഴ്സ് ആർ പുവർ. അപ്പൊ എന്ത് ചെയ്യുന്നു ഗവൺമെന്റ് മീഡിയ? എന്ത് ചെയ്യുന്നു ഗവൺമെന്റ് മീഡിയ? ഒരു ഐഡിയ സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നു, അതായത് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. ഓക്കെ, ഈ ലിബറൽ ഐഡിയ വരുന്നതാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവർക്കും ഒരേ സ്കില്ലിംഗ് ഒന്നുമില്ല. കൂടുതൽ സ്കില്ലുള്ള ആള് കൂടുതൽ ഈ പറയുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള ആള് എപ്പോഴും ബാക്കിയുള്ള ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്ത് കുറച്ച് റിച്ച് ആയിട്ട് പറയുന്ന ഒരു ഐഡിയ ആര് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു? ഈ പറയുന്ന മീഡിയയും ഗവൺമെന്റും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഒരു മാർക്സിസം കാണുന്ന സ്റ്റേറ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിപ്രസീവ് സാധനമാണ്. ഓക്കെ, തൊഴിലാളികളെയും സാധാരണക്കാരെയും ചൂഷണം ചെയ്യാൻ വേണ്ടി, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിപ്രസീവ് സാധനമായിട്ടാണ് മാർക്സ് സ്റ്റേറ്റിനെ കാണുന്നത്. മാർക്സിസ്റ്റ് സൊല്യൂഷൻ എന്താണ്? വർക്കർ അവയർനെസ്. വർക്കേഴ്സ് മസ്റ്റ് റിയലൈസ് ദെയർ കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സിസ്റ്റം യൂസസ് ദം. ദിസ് ലീഡ്സ് ടു ദം ഓർഗനൈസിംഗ് ടുഗദർ. ഓക്കെ, എന്താണ് പറയുന്നത്? വർക്കേഴ്സ്, ഈ പറയുന്ന വർക്കേഴ്സ് കോൺഷ്യസ്നെസ് ഉണ്ടാവണം. ഓക്കെ, ഈ പ്രൊലറ്റേറിയറ്റിന് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവണം. അതായത് ചൂഷണം നേരിടേണ്ട ആൾക്കാരെല്ലാം ഈ പറയുന്ന കമ്മോഡിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഭൂരിഭാഗം പങ്കും വഹിക്കുന്ന വർക്കേഴ്സിന് എന്തുണ്ട്? അതിന്റെ മുകളിൽ ഒരു ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഓണർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ വിഹിതം കിട്ടുകയാണെന്ന് പറഞ്ഞൊരു ഐഡിയ വരണം. അപ്പൊ ഇവർ ഓർഗനൈസ് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. ഓക്കെ, ലേബർ യൂണിയൻ വഴിയാകാം, പൊളിറ്റിക്കൽ പാർട്ടീസ് ബേസ് ചെയ്തിട്ടാകും, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ നടക്കണമെന്നാണ് മാർക്സ് പറയുന്നത്. Revolution. The working class must overthrow the capitalist system through organized actions like strikes and protest. എന്താണ് റെവല്യൂഷനിലൂടെ? ഓക്കെ, വിപ്ലവത്തിലൂടെ. ഞാൻ നേരത്തെ ക്ലാസ്സിൽ എന്താണ് മാർക്സിസത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജിയിൽ ഡെമോക്രസി എന്ന് പറഞ്ഞൊരു ആസ്പെക്ടേ ഇല്ല. ഓക്കെ, ഡെമോക്രസി എന്ന് പറഞ്ഞ കമ്മ്യൂണിസം എന്ന ഐഡിയയിൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു വാക്കേ ഇല്ല. ഓക്കെ, ഡെമോക്രസി എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഭൂരിപക്ഷത്തിന്റെ എന്താണ് ഒരു ടൈറനി ആയിട്ടാണ് പല ആൾക്കാരും കാണുന്നത്. ഓക്കെ, അപ്പം ഇവർ പറയുന്നത് ഒരു തൊഴിലാളികളുടെ സർവാധിപത്യം വരുന്ന, ഓക്കെ, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലറ്ററി, തൊഴിലാളികളുടെ സർവാധിപത്യം വരുന്ന ഒരു സമൂഹം ഉണ്ടാവണമെങ്കിൽ ഒരു വയലന്റ് റെവല്യൂഷനിലൂടെ മാത്രമേ, അതായത് ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ അട്ടിമറിച്ചുകൊണ്ട് തൊഴിലാളികൾ ഭരണത്തിലേക്ക് വരുന്ന ഒരു റെവല്യൂഷൻ. ഓക്കെ, വയലന്റ് റെവല്യൂഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വയലന്റ് റെവല്യൂഷൻ ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്താണ് worker control. After the revolution, a temporary period called the dictatorship of the proletariat begins. Here, workers control the state to get rid of capital and create relations. Okay, നമുക്ക് എന്താണ് വർക്കർ കൺട്രോൾ? ഒരു ടെമ്പററി പീരീഡ് ആണെങ്കിലും കുറച്ച് നീണ്ടൊരു പീരീഡ് ആയിരിക്കും. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊലറ്റേറിയറ്റ് വരുന്നത്, അതായത് തൊഴിലാളികളുടെ സർവാധിപത്യം വരുന്നത്, തൊഴിലാളികൾ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ്. ഓക്കെ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വിധിച്ചു കൊടുക്കുന്ന, എല്ലാവർക്കും അവരുടെ കഴിവിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന, ഓക്കെ, കൊടുക്കുന്നതിന് തിരിച്ച് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് വരുന്നു. ഓക്കെ,
Communist society. The final goal is a society where there are no classes. Everyone contributes at what they can and gets what they need. At this point, the state is no longer necessary and despair. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ പറയുന്ന ഈ പറയുന്ന സമത്വവും ഈ ഫെയർ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ റിസോഴ്സിന്റെ ഫെയർ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താവുന്നു, എല്ലാവരും ഈക്വൽ ആവുന്നു, അവിടെ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതാകുന്നു, ഓക്കെ, ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് എന്താവുന്നു, വിതറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പറയുന്നത്. ഓക്കെ, വിതറിങ് അവേ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, വിതറിങ് അവേ ഓഫ് സ്റ്റേറ്റ് എന്നാണ് കമ്മ്യൂണിസ്റ്റിൽ പറയുന്നത്. അതായത് സ്റ്റേറ്റ് പതിയെ അങ്ങ് ഇല്ലാണ്ടാകും. ഓക്കെ, വിതറായി പോകും. ഓക്കെ, വിതറിങ് അവേ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പറയുന്നത്. Example, Soviet Union tried to follow this theory. It achieved rapid industrial growth but also had political depression. China still calls itself communist but has had market ideas to its economy. So Soviet Union എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊലറ്റേറിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരുന്നു, തൊഴിലാളികളായിരുന്നു. ഒക്ടോബർ റെവല്യൂഷൻ ആരാണ് നടത്തിയത്, തൊഴിലാളികൾ നയിച്ച സമരമായിരുന്നു ഒക്ടോബർ റെവല്യൂഷൻ. അതിന്റെ ഭാഗമായിട്ട് എന്ത് നടന്നു, ഈ പറയുന്ന പ്രൊലറ്റേറിയറ്റ് ഓഫ് ദ ഡിക്റ്റേറ്റർഷിപ്പ് സോവിയറ്റ് യൂണിയനിൽ വരികയും ചെയ്തു. ഓക്കെ, അത് കണക്കാണ് ചൈനയിലും വന്നിട്ടുണ്ട്. ഓക്കെ, ചൈനയിലും ഈ സന്യാസിന്റെ ഒക്കെ നേതൃത്വത്തിൽ, അത് കഴിഞ്ഞ് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ എന്ത് വന്നിട്ടുണ്ട്, ഈ പറയുന്ന തൊഴിലാളി വിപ്ലവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി ഫുൾ സ്കെയിലിൽ ഇംപ്ലിമെന്റ് ആക്കാൻ എവിടെയും സാധിച്ചില്ല എന്ന് മാത്രം. ചൈന എന്താണ് കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നെങ്കിലും ചൈനയിൽ എന്തുണ്ട്, ഇപ്പം മാർക്കറ്റ് എന്താണ് ഈ പറയുന്ന പോലെ ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റം ഒക്കെ 1970s തൊട്ട് അവർ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി. പക്ഷെ എന്നാലും കമ്മ്യൂണിസ്റ്റുകാർ ചൈനക്കാരെന്നാണ് പറയുന്നത് അവിടെ സോഷ്യലിസ്റ്റ് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഇല്ല എന്നാണ് ചൈനക്കാർ പറയുന്നത്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കാരണം അവിടെ എന്താണ്, അവിടെ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഈ പറയുന്ന ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഉണ്ടാവണമെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിൽ എന്തുണ്ടാവണം, സ്റ്റേറ്റിന്റെ മുകളിൽ ഭീകരമായ ഇൻഫ്ലുവൻസ് ഉണ്ടാവണം. ഓക്കെ, ഈ മീഡിയ കൺട്രോൾ ചെയ്യുന്നത്, ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആണെങ്കിൽ മാത്രമേ അവരെ നമുക്ക് സോ കോൾഡ് ബൂർഷ്വാ ക്ലാസ്, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്ന് പറയാൻ പറ്റൂ. അല്ലാത്ത പക്ഷം അവർ ഒരു അപ്പർ ക്ലാസ് ആണ്. ഓക്കെ, ഒരു അപ്പർ ക്ലാസ് ആണ്. അപ്പം ഇവര് പറയുന്നത് അവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഇല്ല. ഓക്കെ, കാരണം ഈ പറയുന്ന മുതലാളിമാരും കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ സ്റ്റേറ്റിന് എന്തുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഇവരുടെ മുകളിൽ എല്ലാം കൺട്രോൾ ഉള്ളത്. ഓക്കെ, അല്ലാതെ ഈ മുതലാളിമാർക്കല്ല സ്റ്റേറ്റിന്റെ മുകളിൽ കൺട്രോൾ ഉള്ളതെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ പീപ്പിൾസ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ആശയമൊക്കെയാണ് ചൈന പറയുന്നത്. ഓക്കെ, പിന്നെയാണ് നിയോ ലിബറൽ തിയറി ഓഫ് സ്റ്റേറ്റ്. This theory believes the state should do as little as possible and let free markets handle most things. It says that private companies are better at providing goods and services than the government and that free trade benefits everyone. അപ്പം എന്താണ് പറയുന്നത്, സ്റ്റേറ്റ് കാര്യമായിട്ട് ഒന്നും ചെയ്യണ്ട, സ്റ്റേറ്റ് അവിടെ ഒരു എൻറ്റിറ്റി ആയിട്ട് നിന്നാൽ മതി, ജസ്റ്റ് ആൾക്കാരുടെ പ്രൊട്ടക്ട് ചെയ്ത് നമുക്കൊന്ന് സൂപ്പർവൈസ് ചെയ്ത് റൈറ്റ്സിനെയൊക്കെ സൂപ്പർവൈസ് നിന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു ഐഡിയയാണ് എന്താണ് ഈ നിയോ ലിബറൽ സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത്, ഇവർ പറയുന്നത് പ്രൈവറ്റ് എന്റർപ്രൈസസിനാണ് കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ കുറച്ചും കൂടെ നല്ല സർവീസസും ഗുഡ്സും ഈ പറയുന്ന ഗവൺമെന്റിനേക്കാളും നന്നായിട്ട് കൊടുക്കാൻ കഴിയുക എന്നാണ് പറയുന്നത്. ശരിയാണ്, പ്രൈവറ്റുകാർക്കായിരിക്കും കാരണം, പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്ന പോലെ പ്രൈവറ്റുകാരായി കഴിഞ്ഞാൽ എന്താണ്, അതൊരു പബ്ലിക് എന്റർപ്രൈസ് അല്ല, പ്രൈവറ്റ് എന്റർപ്രൈസ് ആണ്. അവിടെ എന്താ ഉണ്ടാവുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയ മാത്രമാണ് പ്രൈവറ്റ് എന്റർപ്രൈസസ് ഉണ്ടാവുക. എന്താണ് കീ ഐഡിയസ്, പ്രൈവറ്റൈസേഷൻ, ഡീറെഗുലേഷൻ, ലെസ് ഗവൺമെന്റ് സ്പെൻഡിങ്. ഓക്കെ, പ്രൈവറ്റൈസേഷൻ എല്ലാം പ്രൈവറ്റൈസ് ചെയ്യുക, സ്കൂളും ഗവൺമെന്റ് യൂട്ടിലിറ്റീസും എയർലൈൻസും ഐടിയും സർവീസ് സെക്ടറും എല്ലാം പ്രൈവറ്റൈസ് ചെയ്യുക. ഓക്കെ, ക്വാളിറ്റി കിട്ടാൻ, കൂടുതൽ നല്ല സർവീസ് കിട്ടാൻ വേണ്ടി പ്രൈവറ്റൈസ് ചെയ്യുക. ഡീറെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിന്റെ മുകളിലുള്ള ഗവൺമെന്റ് റെഗുലേഷൻസ് ഡീറെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ലെസ് ഗവൺമെന്റ് സ്പെൻഡിങ്. ലെസ് ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഈ പബ്ലിക് സ്കീമിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് എന്റർപ്രൈസസിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കണം. സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, ആൾക്കാർ കൂടുതൽ പ്രൈവറ്റ് എന്റർപ്രൈസസിലേക്ക് അടുക്കുന്നു. ഓക്കെ, അപ്പം ആ ഒരു സാധനം കൂടെ ഗവൺമെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെയാണ് പ്ലൂറസ് തിയറി ഓഫ് സ്റ്റേറ്റ്. പ്ലൂറസ് തിയറി ബിലീവ്സ് ദാറ്റ് മോഡേൺ സൊസൈറ്റി ഹാസ്, ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മൾ പല ക്ലാസ്സുകളായി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് പ്ലൂറിസവും നിയോ ലിബറലിസവും മാർക്സിസവും ഒക്കെ. ഓക്കെ, ഫെമിനിസവും ഒക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം എടുക്കും. The pluralist theory believes that modern society has many different groups with different interests. It sees that state as a neutral referee that balances the need of all these competing groups. Okay.
പ്ലൂറിസ്റ്റ് തിയറി നമുക്കറിയാവുന്ന പോലെ എന്താണ്, ഒരു പവർ എന്ന് പറയുന്നത് ഒരു എവിടെയും കേന്ദ്രീകൃതമല്ല. ഓക്കെ, സെന്റേർഡ് അറൌണ്ട് സം പീപ്പിൾ ഓർ സെന്റേർഡ് അറൌണ്ട് സം ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അല്ല. ഓക്കെ, സെന്റേർഡ് അറൌണ്ട് മെനി ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് മെനി അപ്പാരറ്റസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പ്ലൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അതായത് സ്റ്റേറ്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് റെഫറി ആണ്. ഓക്കെ, സ്റ്റേറ്റ് റെഫറി ആണ് എന്നാണ് പറഞ്ഞത്, അതായത് ന്യൂട്രൽ റെഫറി ആണ്. ഈ പറയുന്ന ഒരു ബാലൻസ് ഓഫ് പവർ ഉണ്ട്. ബാലൻസ് ഓഫ് പവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്റ്റേറ്റിൽ തന്നെ ഒരു ബാലൻസ് ഓഫ് പവർ ഉണ്ട്. അതായത് പവർ എന്ന് പറയുന്നത് പല മേഖലകളിലേക്കും തിരിഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒറ്റ ഒരു ബിന്ദുവിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമല്ല പവർ എന്നാണ് പ്ലൂറിസ്റ്റ് തിയറി പറയുന്നത്. ഹൗ ഇറ്റ് വർക്ക്സ്, competing of groups, different groups like business associations, labor unions and environmental groups all try to influence the government and public opinion. Okay, എന്താണ് പല പല ഗ്രൂപ്പുകൾ ലൈക്ക് ബിസിനസ് അസോസിയേഷൻസ് ആവാം, ലേബർ യൂണിയൻസ് ആകാം, എൻവയൺമെന്റൽ ഗ്രൂപ്പ്സ് ആകാം, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലേബർ യൂണിയൻസ്, NGOs ആകാം, കോർപ്പറേറ്റ്സ് ആകാം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിനെ പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പബ്ലിക് ഒപ്പീനിയനെ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫെയർ ഇലക്ഷൻ, റെഗുലർ ഇലക്ഷൻ പീപ്പിൾ ചൂസ് ലീഡേഴ്സ് ഹു റിപ്രസെന്റ് their values. പിന്നെ ഈ പറയുന്ന ഇതിൽ ഇലക്ഷൻ വേണം. കാരണം എന്താണ്, പല പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും പ്ലൂറലിസത്തിൽ എന്തുണ്ട്, മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, പ്ലൂറലിസം ആണ്. ഓക്കെ, മോണിസം അല്ല. ഓക്കെ, പ്ലൂറലിസം ആണ്, പല രീതിയിലാണ്. അപ്പൊ എല്ലാവരും പല രീതിയിലുള്ള പല റെപ്രസെന്റേറ്റീവ്, പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവർക്ക് മത്സരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഓക്കെ, അപ്പൊ ഫെയർ ഇലക്ഷൻസ് വേണം. ചെക്സ് ആൻഡ് ബാലൻസസ്, ദ ഗവൺമെന്റ് ഇസ് ഡിവൈഡഡ് into different parts like the legislature and the courts to make sure no single part has too much power. ചെക്സ് ആൻഡ് ബാലൻസ് എന്താണ്, നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ എന്താണ് ഫെഡറൽ സംവിധാനം ഉണ്ട്. ഫെഡറൽ സംവിധാനമല്ല, ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിൽ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറഞ്ഞ രീതിയിലാണ്. അപ്പൊ ഈ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റ് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഈ പറയുന്ന നിയമങ്ങൾ ഈ പറയുന്ന പബ്ലിക്കിനെ ഹനിക്കുന്നതാണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഹനിക്കുന്നതാണെന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്, ജുഡീഷ്യറിക്ക് ഉണ്ടല്ലേ ആ റോൾ. ഓക്കെ, ജുഡീഷ്യറിക്ക് അതിന്റെ പവർ ഉണ്ട്. അപ്പം ചെക്സ് ആൻഡ് ബാലൻസസ് ഒരു സ്ഥലത്തേക്ക് മാത്രം പവർ ഈ പറയുന്ന കോൺസെൻട്രേറ്റഡ് ആവരുത് എന്നൊരു ഐഡിയയും കൂടെ പ്ലൂറലിസ്റ്റ് തിയറിയിൽ ഉണ്ട്. ഓക്കെ, state's role, providing a forum for debate. The state provides a place for different groups to present their views and try to convince others. നമുക്കെല്ലാം അറിയുന്ന പോലെ എന്താണ്, നമ്മൾ പബ്ലിക് സ്പിയറിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പല ആൾക്കാർ പല ഡിഫറെന്റ് ഗ്രൂപ്പ്സിനെ അവരുടെ വ്യൂസ് പ്രസന്റ് ചെയ്യാനും, അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു റെഫറിയുടെ റോളാണ് ചെയ്യുന്നത്. ഓക്കെ, റെഫറിയുടെ റോളാണ് ചെയ്യുന്നത്. എന്ത് വേണം എന്ത് വേണ്ട, അത് ഇവർക്ക് കൊടുക്കണോ, 6 അനുവദിക്കണോ, 6 അനുവദിക്കണ്ടേ, വിക്കറ്റ് ആണോ, വിക്കറ്റ് അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു റോളാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെയും അല്ലെങ്കിൽ സൊസൈറ്റിയുള്ള ഇപ്പൊ NGO ആയിക്കോട്ടെ, കോർപ്പറേറ്റ്സ് ആയിക്കോട്ടെ, എല്ലാ ഗ്രൂപ്പുകളുടെയും വോയിസ് ആര് കേൾക്കും, സ്റ്റേറ്റ് കേൾക്കും, എന്നിട്ട് വേണ്ട തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, മേക്കിംഗ് കോംപ്രമൈസസ്, സ്റ്റേറ്റ്സ് ജോബ്സ് ടു ഫൈൻഡ് എ middle ground that balances the need of all groups rather than just giving one group everything it wants. Okay, സ്റ്റേറ്റിന്റെ ജോബ് എന്താണ്, പ്ലൂറലിസ്റ്റ് സൊസൈറ്റിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റിന്റെ ജോബ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന എല്ലാ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾക്കും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യുക. ഓക്കെ, പ്രൊട്ടക്ട് മൈനോറിറ്റീസ്, സ്റ്റേറ്റ് മസ്റ്റ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് സ്മോളർ സോ ദാറ്റ് ദ മെജോറിറ്റി ഡസന്റ് ബിക്കം എ ടൈറന്റ്. എന്താണ് സ്റ്റേറ്റിന്റെ റോൾ എന്താണ്, മൈനോറിറ്റീസെ പ്രൊട്ടക്ട് ചെയ്യാൻ. കാരണം നമുക്കറിയാം പല പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ, ഇപ്പൊ ഇന്ത്യയുടെ കാര്യം എടുത്തതെന്ന് തന്നെ എന്താണ്, ഇന്ത്യയിലുള്ള പല പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ട്. അതിൽ നല്ലൊരു ശതമാനം ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ മൈനോറിറ്റീസ് ആയിരിക്കും. ഓക്കെ, നല്ലൊരു ശതമാനം ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ മൈനോറിറ്റീസ് ആയിരിക്കും. റിലീജിയസ് മൈനോറിറ്റീസ് ആയിരിക്കാം, കാസ്റ്റ് ബേസ്ഡ് മൈനോറിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈനോറിറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പം മൈനോറിറ്റീസ് ആയിരിക്കും. അപ്പൊ ഈ മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ജോലിയാണ്, ഉത്തരവാദിത്വമാണ്. ഇല്ലെങ്കിൽ മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ മെജോറിറ്റിയുടെ എന്തുണ്ടാവും, ഒരു ടൈറന്റ്. ഓക്കെ, ടൈറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സ്വച്ഛാധിപത്യം ഉണ്ടാവും. ഓക്കെ, ഫെമിനിസ്റ്റ് തിയറി ഓഫ് സ്റ്റേറ്റ്. Feminist theory looks at how state affects women differently than men and asks why women have historically been left out of political power. It argues that most political institutions were designed by men and for men and often ignoring women's experience and needs. അപ്പോൾ എന്താണ് ഫെമിനിസ്റ്റ് തിയറി ഓഫ് സ്റ്റേറ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരെ ഫേവർ ചെയ്യുന്നതാണ്, മെന്നിനെ ഫേവർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും ഈ പറയുന്ന പുരുഷന്മാര് എന്തില് അധികാരത്തിലേക്ക് വരാത്തത് എന്നാണ് ഫെമിനിസ്റ്റ് തിയറി പറയുന്നത്. ഓക്കെ, സോറി, പുരുഷന്മാരല്ല, സ്ത്രീകൾ. ഓക്കെ, സ്ത്രീകള് അധികാരത്തിലേക്ക് വരുന്നില്ല എന്നാണ് നമ്മുടെ ഫെമിനിസ്റ്റ് തിയറിയിൽ പറയുന്നത്. വുമൻസിന്റെ എക്സ്പീരിയൻസും നീഡ്സിനെയും ഇഗ്നോർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സ്റ്റേറ്റിലുള്ളത് എന്നും കൂടെയാണ് ഫെമിനിസ്റ്റ് തിയറി പറഞ്ഞു വെക്കുന്നത്. കീ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഡോമിനേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. Most political leaders, judges, and military officers have traditionally been men. This leads to policies that reflect male perspective and often overlook women concern. ശരിയാണ്, നിങ്ങളിപ്പം ഇന്ത്യയിൽ തന്നെ ഏത് സിവിൽ സർവീസ് ആയിക്കോട്ടെ,
വേറെ എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യം പറയുന്നില്ല, ബാക്കി ഈ പവർ പൊസിഷൻസ് എടുക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, ചീഫ് മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, എന്ത് പൊസിഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുക ഇതിനകത്ത് എല്ലാം ഡോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? പുരുഷന്മാരാണ്. പക്ഷെ നിങ്ങൾ എന്താണ് വിദ്യാഭ്യാസം നേടുന്നത് കൂടുതൽ ഈ ക്യാമ്പുകൾ, കോളേജുകളിലൊക്കെ എൻറോൾ ചെയ്ത് സ്ത്രീകളാണ്. ഓക്കെ, എന്നിട്ട് എന്തുകൊണ്ട് ഇവർ ഈ പറയുന്ന പൊസിഷനിൽ എത്തുന്നില്ല? ഓക്കെ, എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഈവൻ നമ്മുടെ സ്റ്റേറ്റ് പണിയുന്ന ഇൻഫ്രാസ്ട്രക്ചർ വരെ മെയിൽ ഡോമിനേറ്റഡ് ആണെന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ഓക്കെ, നമ്മുടെ ചുറ്റിനും ഇപ്പൊ കാണുന്ന ബസ് സ്റ്റോപ്പ് ആയിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര മെയിൽ ഡോമിനേറ്റ് അല്ലെങ്കിൽ മെയിൽ ഡിസൈൻഡ് ആണെന്ന് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അറിയുന്ന പോലെ എന്താണ്, പ്രോപ്പറായിട്ട് എവിടെയും വെളിച്ചം ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് പ്രോപ്പറായിട്ട് വെളിച്ചം ഉണ്ടാവില്ല, ഒരു സേഫ്റ്റിയും ഇല്ലാത്ത, ഒരു റെഗുലേഷനും ഇല്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മുടെ നാട്ടിൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ എന്താണ് ഒരു മെയിൽ ഡോമിനൻസിയുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ് എന്ന് പറയുന്ന ഒരു തിയറി ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ഭീകരമായ മെയിൽ ഡോമിനേറ്റ് ആണ്. നമ്മൾ സുപ്രീം കോർട്ട് എടുത്താലും ഹൈക്കോർട്ട് എടുത്താലും എന്താണ് ഇത് ഭയങ്കര മെയിൽ ഡോമിനേറ്റ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയും ഹൈക്കോർട്ടിന്റെ ചില വിധികളൊക്കെ ഭയങ്കര പാട്രിയാർക്കിക്കലാണ്, അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായ വിധികളൊക്കെ ഒരുപാട് വരുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. ഓക്കെ, അത് ഈ മെയിൽ ഡോമിനൻസി ഉള്ളത് കൊണ്ടാണ്, അവിടെ ഫീമെയിൽ പെർസ്പെക്റ്റീവ് വരുന്നില്ല എന്നുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ്. ഈ ഇടയ്ക്ക് എനിക്കൊന്നും അത് ആരായിരുന്നു ബീഹാറിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, സ്ത്രീകൾ എന്തിനാണ് പഠിക്കുന്നത്, സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരാണ്, സ്ത്രീകൾക്ക് വീട്ടുജോലി ചെയ്യേണ്ട അവരുടെ കർത്തവ്യം എന്ന് പറയുന്ന ഒരു ബീഹാറിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഈ ഇടയ്ക്കായിരുന്നു കേട്ടോ, ഈ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കോട്ട് ഭയങ്കര വൈറലായിരുന്നു. ഓക്കെ, പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ്. The state has often treated issues like child care and domestic violence as private family matters, even though they greatly affect women's ability to participate in public life. പിന്നെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഈ ചൈൽഡ് കെയർ, ഓക്കെ, ഓഫ് സ്പ്രിങ്സിനെ ശുശ്രൂഷിക്കുന്നത്, ഇതൊക്കെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ്. ഓക്കെ, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഈ വീടുകളിൽ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഈ പറയുന്ന പ്രൈവറ്റ് ഫാമിലി മാറ്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇത് പ്രൈവറ്റ് ഫാമിലി മാറ്റേഴ്സ് അല്ല എന്നതാണ് ഒരു സ്റ്റേറ്റിന്റെ ഒബ്സർവേഷൻ. ഓക്കെ, ഫെമിനിസ്റ്റ് തിയറി ഓഫ് സ്റ്റേറ്റിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചൈൽഡ് കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇഷ്യൂസ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഡൊമസ്റ്റിക് ലേബർ, നിങ്ങൾ വീട്ടിലെടുക്കുന്ന ജോലികളുണ്ടല്ലോ, ഇപ്പൊ സ്ത്രീകൾ വീട്ടിലെടുക്കുന്ന ജോലികൾ തന്നെ എന്താണ്, അതും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒരു കോർണർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കോർണർ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും ആര് ചെയ്യുന്നില്ല, പുരുഷന്മാർ ചെയ്യുന്നില്ല. അപ്പൊ പുരുഷന്മാർക്ക് എന്തുണ്ട്, പുരുഷന്മാർക്ക് കുറച്ചും കൂടെ സ്പേസും ടൈമും കിട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ, അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, സ്ത്രീകളാണ്. ഞാനൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിലും എവിടെ പഠിച്ചാലും എന്താണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും കൂടുതൽ പഠിക്കുന്നത് വിദ്യാർത്ഥിനികളാണ്. ഓക്കെ, സ്ത്രീകളാണ് കൂടുതൽ വിദ്യാഭ്യാസം നടത്തുന്നത്. പക്ഷെ ഈ പറയുന്ന പൊളിറ്റിക്കൽ പൊസിഷൻസിലേക്ക് വരുന്നത് എന്താണ്, കൂടുതൽ പുരുഷന്മാരാണ്. അത് ഈ പറയുന്ന ചൈൽഡ് കെയറിലും ഡൊമസ്റ്റിക് ലേബറിലും ഡൊമസ്റ്റിക് വയലൻസിലും പിന്നെ ഈ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ കെട്ടുപിടഞ്ഞു പോകുന്നതാണ് പല സ്ത്രീകൾക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെയൊക്കെ ഒരു പ്രൈവറ്റ് ഇഷ്യൂ ആയിട്ടാണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫാമിലി മാറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് അതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ടാണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന സ്ത്രീകൾ സൈഡ് ലൈൻ ആയി പോകുന്നത് പറഞ്ഞത്. ഓക്കെ, ജെൻഡർ ബ്ലൈൻഡ് പോളിസീസ്. Some laws seem neutral but actually harm women. For example, a policy might not consider how which university is. ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ പോണ്ടിച്ചേരി. Okay, gender blind policies. Some laws seem neutral but actually harm women. For example, a policy might not consider how women are affected differently by work or family responsibility. നമ്മളിപ്പം പറഞ്ഞ അതേ കാര്യം, അതായത് ചില ലോസ് എന്താണ് നമുക്ക് ഭയങ്കര ന്യൂട്രൽ ആയിട്ട് തോന്നാം, പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഞാൻ അത് പറഞ്ഞ അതേ കാര്യമാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന വർക്കും ഫാമിലി ലൈഫും ഒക്കെ, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ സ്ത്രീകൾ എങ്ങനെ സൈഡ് ലൈൻ ആയി പോകുന്നു എന്ന് പറയുന്ന ഒരു ആസ്പെക്ടിനെ മനസ്സിലാക്കാതെയാണ് പല നിയമങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി വരുന്നത്. ഓക്കെ, feminist goal of the state. Equal representation. Feminist wants more women in government position to make sure women's voices are heard. എന്താണ് ഈക്വൽ റെപ്രസെന്റേഷൻ ആണ്. ഇപ്പൊ 33% എന്താണ് ഈ പറയുന്ന എന്താണ് റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, 33% സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന് നമ്മുടെ അമെന്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു സ്കാം എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു എന്താണ് ഭയങ്കര അഫ്ലുവന്റ് ആയ, ഭയങ്കര പൊളിറ്റിക്കലി പവർ ഉള്ള
ഏതെങ്കിലും ഒരു പുരുഷൻ, ഓക്കെ, ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാര്യയെ പിടിച്ചായിരിക്കും മത്സരിപ്പിക്കുന്നത്. അപ്പൊ ആരാണ് ഈ പറയുന്ന ബാക്കിൽ നിന്ന് ഈ പ്ലേ ചെയ്യുന്നത്? ആരാണ്? ബാക്കിൽ നിന്ന് ഒരു പപ്പട്രി പോലെ, ഒരു പപ്പറ്റിനെ പോലെ, ഒരു മറ്റേ എന്താണ് പാവക്കൂത്തുണ്ടല്ലോ, ഈ പാവക്കൂത്ത് പോലെ ആ സ്ത്രീനെ അവിടെ ഇട്ട് കളിച്ചിട്ട് പുള്ളിയായിരിക്കും ബാക്കിൽ നിന്ന് ഭരണം നടക്കുന്നത്. അപ്പൊ ഇതാണ് ഈ പറയുന്ന 33% 20% നടക്കുന്ന കേസ്. ഇതാണ്. നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. സ്ത്രീകൾ ഈ തനിയെ എന്താണ് ഈ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്ത് വരുന്ന സ്ത്രീകളെ സൈഡിലേക്ക് മാറ്റുകയും ഈ പറയുന്ന ഏതെങ്കിലും മന്ത്രിയുടെയും മരുമോന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഭയങ്കര അഫ്ലുവന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ ഭാര്യയോ പെങ്ങളോ ഒക്കെ ആയിരിക്കും മത്സരിപ്പ്. ഇപ്പം തന്നെ കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോൾ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. ഓക്കെ, പ്രശ്നം നടന്നിട്ടുണ്ട്. അതായത് ഹിന്ദുവിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അതായത് ഫാമിലി പൊളിറ്റിക്സ് ആണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങളെ നോക്കിയായിരിക്കും ഏതെങ്കിലും അപ്പന്റെ മക്കളും ഭാര്യയൊക്കെയാണ് മത്സരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫാമിലി പൊളിറ്റിക്സ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിരിക്കും കൂടുതൽ സൈഡ് ലൈൻ ഉണ്ടാവുക. ഓക്കെ, കൂടുതൽ സൈഡ് ലൈൻ ഉണ്ടായിട്ട് ഈ പപ്പട്രി പോലെ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കേരളത്തിലൊക്കെ വീടിന് കുറവായിരിക്കും, പക്ഷെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് നോർത്തിലേക്ക് പോകുമ്പോൾ തോന്നും. Gender sensitive policies. They want laws and programs that consider how they affect women differently than men, such as policies that recognize the values of unpaid care work. എന്താണ് ഈ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത് ആക്ച്വലി ഒരു ഭയങ്കര ലെഫ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. ജെൻഡർ സെൻസിറ്റീവ് പോളിസിയിൽ ഈ പറഞ്ഞ എന്താണ് ഈ അൺപെയ്ഡ് കെയർ വർക്കിന്റെ കാര്യം കൂട്ടണം. ഓക്കെ, പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറയുന്നത് ഭയങ്കര ലെഫ്റ്റ് പെർസ്പെക്റ്റീവ്. ഞാൻ നിങ്ങളോട് ഒരു പണ്ടത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, നിങ്ങൾ വീട്ടിലെടുക്കുന്ന ഡൊമസ്റ്റിക് ലേബർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്നത് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്താണ് തൊഴിലാണ്, നിങ്ങൾ എടുക്കുന്ന തൊഴിലാണ്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന തൊഴിലാണ്. ആദ്യം പറയുന്നത് പേയ്മെന്റ് കിട്ടണമെന്നൊന്നുമല്ല പറയുന്നത്, പക്ഷെ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ലോസും പോളിസീസും ആവണം സ്റ്റേറ്റ് എടുക്കേണ്ടത്. ഓക്കെ, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ അത് ഒരു പൂർണ്ണമായ ലേബർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്ത്രീകൾ എടുക്കുന്ന ഡൊമസ്റ്റിക് വർക്കും പൂർണ്ണമായ ലേബർ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം സ്ത്രീകൾ ഇവിടെ ലേബർ എടുക്കുമ്പോൾ പുരുഷന്മാർ ലേബർ എടുക്കുന്നുണ്ടോ? ഇല്ല. പുരുഷന്മാർ ഈ 9 to 5 ജോലി കഴിഞ്ഞിട്ട് പുരുഷന്മാർ ലേബർ ചെയ്യുന്നുണ്ടോ? വേറെ ജോലികൾ ചെയ്യുന്നുണ്ടോ? ചെയ്യാറില്ല. ഭൂരിഭാഗം പുരുഷന്മാർ വേറെ ജോലി ചെയ്യാറില്ല. പക്ഷെ സ്ത്രീകൾ എന്ത് ചെയ്തത്? സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട് കുട്ടികളെ നോക്കുന്നുണ്ട്, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു ലേബർ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, വയലൻസ് പ്രിവെൻഷൻ. They want strong laws against domestic violence and sexual assault along with support for service. എന്താണ് വയലൻസ് പ്രിവെൻഷൻ വേണം. ഓക്കെ, അതായത് ഡൊമസ്റ്റിക് വയലൻസും ഈ സെക്ഷൽ അസോൾട്ടും ഒക്കെ എന്താണ് വലിയ പ്രശ്നങ്ങളാണ്. നമുക്ക് ഇപ്പം ഇന്ത്യയിൽ വിശാഖ ഗൈഡ് ലൈൻസ് പറഞ്ഞൊരു ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, വിശാഖ ഗൈഡ് ലൈൻസ്. വിശാഖ എന്ന് പറഞ്ഞ ഒരു വർക്ക് പ്ലേസിൽ സെക്ഷലി അസോൾട്ട് ചെയ്യപ്പെട്ട ഒരു കുട്ടിയായിരുന്നു വിശാഖ. അപ്പൊ ആ കുട്ടി കൊടുത്തൊരു കേസിന്റെ ആസ്പെക്റ്റില് വന്ന വർക്ക് പ്ലേസിൽ നടക്കുന്ന ഈ പറഞ്ഞ സെക്ഷൽ അസോൾട്ടിനൊക്കെ എതിരെ വന്നൊരു ഗൈഡ് ലൈൻസ് ആണ് വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 2013 അത് എനാക്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അത് ഈ സെക്ഷൽ അസോൾട്ടിനൊക്കെ. പക്ഷെ എന്നാലും എന്താണ് ഈ പറയുന്ന രീതിയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് വലിയ കുറവൊന്നും വന്നിട്ടില്ല. ഓക്കെ, അതിപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് സൗദി അറേബ്യയിലെ പോലെ നിയമമാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇത് ഇപ്പം ഏറ്റവും കൂടുതൽ വധ അല്ലെങ്കിൽ ഈ പറയുന്ന തൂക്കിക്കൊല, ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു രാജ്യമാണ് USA. ഓക്കെ, USA, മെക്സിക്കോയും ഒക്കെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത്, ഇപ്പോഴും നടക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈമും കൊലപാതകങ്ങളും കൊള്ളയും എല്ലാം നടക്കുന്നത് ഈ പറയുന്ന രാജ്യങ്ങളിൽ. അപ്പം ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയലന്റ് പണിഷ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന ക്രൈം കുറയ്ക്കാം എന്ന് പറയുന്നത് ഒരു ഇതാണ്. കുറച്ചുകൂടെ അവയർനെസ് സൊസൈറ്റിക്ക് കുറച്ച് നൽകുന്നത്. ഈ പറയുന്ന വിദ്യാഭ്യാസം ഇല്ലായ്മയും സെൻസ് ഇല്ലായ്മയും ആൾക്കാർ ലോവർ ക്ലാസ് ആയി പോകുന്നതും ലോവർ കാസ്റ്റിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെല്ലാം അവരെന്താക്കുന്നുണ്ട്, ഈ ക്രിമിനൽ സാധനങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ സൊസൈറ്റിയും സ്റ്റേറ്റും ഒക്കെ ഈ പറയുന്ന ക്രൈമിന് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഓക്കെ, പിന്നെ പോസ്റ്റ് കൊളോണിയൽ തിയറി ഓഫ് സ്റ്റേറ്റ്. This theory looks at how a country's colonial past still affects its after independence. It argues that European powers imposed political and economic systems that were designed to benefit the colonizers, not the local people. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ എന്താണ് ഈ കൊളോണിയലൈസേഷൻ ഒക്കെ കഴിഞ്ഞു, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പോസ്റ്റ് കൊളോണിയലിസം ആണ് നടക്കുന്നത്. അതായത് യൂറോപ്യൻ പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ അല്ലെങ്കിൽ വെസ്റ്റേൺ പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ അവർക്ക് എക്കണോമിക്കലിയും പൊളിറ്റിക്കലിയും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസ് അല്ലെങ്കിൽ അതിനൊരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ബാക്കിയുള്ള ഈ അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസിനെ എക്സ്പ്ലോർട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. ഓക്കെ, artificial borders. Colonial rulers drew borders that ignored the traditional groups and cultures of the people living there. This created countries with diverse population that sometimes have little in common and may have historical conflict. Okay,
എന്താണ് ഈ ഡൈവേഴ്സ്, ഇപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ബോർഡർ ക്രിയേറ്റ് ചെയ്ത്, ഇപ്പം ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഒക്കെ ഉണ്ടല്ലോ ഇന്ത്യയിൽ എടുക്കുന്നത്, അപ്പൊ അതൊക്കെ ഇതിനൊരു ആർട്ടിഫിഷ്യൽ ബോർഡേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഈ ഡൈവേഴ്സിറ്റി ഇവർ എന്ത് ചെയ്തു, ഇവരങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, കൾച്ചറലി റിലീജിയസ് പരമായിട്ട് ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇവരങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. എക്കണോമിക് ഡിപ്പെൻഡൻസി, മെനി ഫോമർ കോളനി സ്റ്റിൽ എക്സ്പോർട്ട് റോ മെറ്റീരിയൽസ് ടു ദെയർ ഫോമർ കോളനൈസേഴ്സ് ആൻഡ് ഇമ്പോർട്ട് എക്സ്പെൻസീവ് ഫിനിഷ്ഡ് ഗുഡ്സ്. ദിസ് കണ്ടിന്യൂ ദ ഓൾഡ് പാറ്റേൺ ഓഫ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പൊ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന ഇന്നും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ ഇത്രയും റിസോഴ്സ്ഫുൾ രാജ്യങ്ങളായിരുന്നിട്ട് കൂടെ ഇന്നും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നതിന്റെ വലിയ കാരണം പറയുന്ന യൂറോപ്യൻ വെസ്റ്റേൺ പവേഴ്സ് നടത്തുന്ന എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഓക്കെ, കാരണം അവിടുത്തെ ഈ പറയുന്ന മൈൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള റിസോഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് ആളുടെ അണ്ടറിലാണ്. ഈ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയുടെ കണ്ടറിലായിരിക്കും. ഓക്കെ, ഇലോൺ മസ്ക് ഒക്കെ ഈ ബ്രസീലിലൊക്കെ പോയി, പുള്ളിക്ക് ഒരു ബോറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഓക്കെ, ഒരു മൈനിങ് കമ്പനി ഉണ്ട്, കമ്പനിയുടെ പേര് ബോറിംഗ് എന്നാണ്. ഓക്കെ, ബോറിംഗ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. ബോറിംഗ് എന്ന് പറഞ്ഞൊരു മൈനിങ് കമ്പനി ഉണ്ട്. ബോറിങ്ങിനെതിരെയൊക്കെ ഒരുപാട് അലിഗേഷൻസ് ആണുള്ളത്. ഈ ബ്രസീലിൽ പോയിട്ട് അവിടുത്തെ ഒക്കെ ഒരുപാട് ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യിച്ചിട്ടാണ് അവിടെ എന്താണ് ഈ പറയുന്ന മൈനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞ് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രാജ്യങ്ങളെ വീക്കൻ ആക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഒരു തരത്തിലുള്ള ഒരു ന്യൂ ഫോം ഓഫ് കൊളോണിയലിസം ആണ്. ഓക്കെ, ന്യൂ ഫോം ഓഫ് കൊളോണിയലിസം ആണ്, ന്യൂ ഫോം ഓഫ് ഇമ്പീരിയലിസം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. ഓക്കെ, പിന്നെ വീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊളോണിയൽ ഗവൺമെന്റ്സ് were designed to take resources and maintain control, not to serve the people. This left newly independent countries with weak and often ineffective political systems. അപ്പൊ എന്താണ് ഈ പറയുന്ന രീതിയിൽ റിസോഴ്സ് എടുക്കുകയും ആൾക്കാരെ സെർവ് ചെയ്യണം എന്ന് പറഞ്ഞ രീതിയിലല്ല എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ചെയ്തു വെച്ചേക്കുന്നത്. കൊളോണിയലിസം പോയ രാജ്യങ്ങളിൽ ഇന്നും ഈ കൊളോണിയൽ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കൊളോണിയൽ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കൊളോണിയലിസം ഇൻഫ്ലുവൻസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിൽക്കുന്നത്. ഓക്കെ, ദിസ് ലെഫ്റ്റ് ന്യൂലി ഇൻഡിപെൻഡന്റ് കൺട്രീസ് വിത്ത് വീക്ക് ആൻഡ് ഓഫ്റ്റൻ ഇൻഎഫക്റ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റം. എന്താണ് ഒരു ഇൻഎഫക്റ്റീവ് ആയ ഇപ്പം എന്താണ് പല ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഇതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവർ ഓൾറെഡി വെച്ചിട്ട് പോയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കര ഇൻഎഫക്റ്റീവ് ആയ ഇൻഎഫിഷ്യന്റ് ആയ സിസ്റ്റംസ് ആണ്. പിന്നെ സ്റ്റേറ്റ് തിയറി, ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റും സോഷ്യലിസ്റ്റ് സ്റ്റേറ്റും എന്ന് പറഞ്ഞ് രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഓക്കെ, ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ക്യാപിറ്റലിസവും സോഷ്യലിസം നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത്, ഞാനിത് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ചടപ്പിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ കുറച്ച് ഈ പറയുന്ന എന്താണ് സ്റ്റേറ്റ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പുസ്തകങ്ങളും എഴുത്തുകാരും ഒക്കെയാണ് കേട്ടോ. ഗായത്രി ചക്രവർത്തിന്റെ ഒരു Can the subaltern speak എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടില്ല, എന്ന് പറയുന്നത്. The subaltern ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടേക്കത്. Can the subaltern TH ആണ് സബാൾട്ടൺ സ്പീക്ക് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് പുസ്തകങ്ങളും എഴുത്തുകാരും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. ഫ്രാൻസ് ഫാണിന്റെ വെച്ചഡ് ഓഫ് ദ എർത്തും ഈ ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് ഒക്കെ ഭയങ്കര ഫേമസ് പുസ്തകങ്ങളാണ്. ഓക്കെ, അപ്പൊ അടുത്തതാണ് വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ പവർ. ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവറിന്റെ മലയാളം വാക്ക് എന്താണ്? പവർ അധികാരം എന്ന് പറയുന്നതിനെ കാട്ടി കൂടുതൽ ശക്തി എന്ന് പറയുന്നതാണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ശക്തി. ഓക്കെ, കാരണം അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ പവർ ഉണ്ടാവൂ ഒന്നുമില്ല. ഓക്കെ, അതായത് ഈ പറയുന്ന അധികാരം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു പൊളിറ്റിക്കൽ ലീഗൽ ടേം ആണ് അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ പൊളിറ്റിക്കൽ തിയറി പവർ ഇസ് ദ സെൻട്രൽ ഇഷ്യൂ, വെദർ ഇറ്റ് ഇസ് ക്ലോത്ത്ഡ് ഇൻ ലോ ദാറ്റ് ക്വാളിഫൈസ് ഇറ്റ് ഓർ വെദർ അതോറിറ്റി ദാറ്റ് റെൻഡേഴ്സ് ഒബീഡിയൻസ് ടു ഇറ്റ്സ് വോളണ്ടറി സസ്റ്റെയിൻസ് ഇറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ പോയിന്റ് ആണ് പറയുന്നത്. അതായത് പവർ എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ തിയറിയിൽ ഒരു സെൻട്രൽ ഇഷ്യൂ ആണ്. അത് ഈ പറയുന്ന രീതിയിൽ ലോ കൊണ്ട് പൊതിഞ്ഞു കെട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ലോ കൊണ്ടോ അല്ലെങ്കിൽ ലീഗൽ പൊളിറ്റിക്കൽ എൻട്രി കൊണ്ട് പൊതിഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ എന്താണ് ഈ പറയുന്ന ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ മുന്നിലേക്ക് നമുക്ക് ഈ പറയുന്ന അധികാരമോ ശക്തിയോ ഒക്കെ റെൻഡർ ചെയ്യുന്ന എന്താണ്? ഒരാളെ കൊണ്ട് നമ്മളെ ഒബീഡിയന്റ് ആക്കുക, ഒരു വോളണ്ടറി ഒരാളെ കൊണ്ട് ഒബീഡിയന്റ് ആക്കാൻ എന്ത് വേണ്ട? ഈ പറയുന്ന ലോയുടെ പിന്തുണയൊന്നും വേണ്ട. ഓക്കെ, അത് അങ്ങനെ ലോ പരമായിട്ട് മാത്രം തന്നെ ഈ പറയുന്ന പവർ അസേർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. സൗണ്ട് കട്ടാകുന്നുണ്ട്. ആണോ? കട്ടാകുന്നുണ്ടോ? കട്ടാകുന്നു.
ഓക്കെ അപ്പം ഓക്കെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം റോബർട്ട് ഡാല് പറഞ്ഞ ഒരു കുറച്ച് ആൾക്കാർ പറഞ്ഞ കുറച്ച് വേർഡിങ്സ് ഉണ്ട്. റോബർട്ട് ഡാല് പറഞ്ഞ ഡിഫൈൻ പവർ ആസ് വൺ ആക്ടേഴ്സ് അബിലിറ്റി ടു മേക്ക് അനദർ ഡു സംതിങ് ദാറ്റ് ലേറ്റർ വുഡ് നോട്ട് അതർവൈസ് ഡു. അതായത് ഒരാൾ ചെയ്യില്ലാത്ത ഒരു കാര്യത്തിനെ ചെയ്യിപ്പിക്കുന്നതാണ് പവർ. ഓക്കെ, ഒരാൾ ചെയ്യില്ല എന്ന് അതല്ലേ അത് തന്നെയാണ്. അതായത് ഒരാൾ ചെയ്യില്ല വുഡ് നോട്ട് അതർവൈസ് ഡു, അയാൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് എന്താണ് മറ്റേ ആള് അയാളുടെ അബിലിറ്റി കൊണ്ട്, ഓക്കെ, കഴിവ് കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതിനെയാണ് പവർ എന്നാണ് റോബർട്ട് ഡാല് പറഞ്ഞത്. ഹന്ന അരൻഡറ്റ് പറഞ്ഞിരിക്കുന്നത് argues that power is not the property of lone agents or actors but of groups or collectives acting together. അപ്പം ഹന്ന അരൻഡറ്റ് എന്താണ് പറയുന്നത്, പവർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോൺ ഏജന്റിനൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാര്യമല്ല, അത് കളക്റ്റീവായിട്ട് പീപ്പിൾ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ടാണ് ഹന്ന അരൻഡറ്റ് പറയുന്നത്. പിന്നെ മാവോ സെൻഡിങ് ആണ് വളരെ റെവല്യൂഷണറി ആയിട്ടൊരു കാര്യം പറഞ്ഞത്. ഫ്ലോയിങ് ഫ്രം ദ ബാരൽ ഓഫ് ഗൺ. പവർ എന്താണ്, ഒരു തോക്കിന്റെ കുഴൽ കൂടെ വരുന്നതാണ്. ഓക്കെ, ഒരു തോക്കിന്റെ കുഴൽ കൂടെ വരുന്നതാണ് എന്താണ് പവർ. ഓക്കെ, ശക്തി എന്ന് പറയുന്നത്. അത് കുറച്ച് റെവല്യൂഷണറി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു കുറച്ച് വയലന്റ് റെവല്യൂഷനിലൂടെയാണ് പവർ ഓക്കെ നമുക്ക് കേന്ദ്രീകരിച്ചത്. കുറച്ചുകൂടെ എന്താണ്, കുറച്ച് ഒരു റിപ്രസീവായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മാവോ സെൻഡിങ് പറയുന്നത്. ഗാന്ധി എന്താണ് നമുക്കെല്ലാം പറയുന്ന പോലെ സമാധാനത്തിന്റെ അപ്പോസ്റ്റലാണ്, അപ്പോസ്റ്റൽ ഓഫ് പീസ്. regard it as the power of love and truth. ഓക്കെ, ഈ പറയുന്ന സ്നേഹവും സത്യവും കൊണ്ട് വരുന്നതാണ് ശക്തി എന്ന് പറയുന്നത്. പവർ ഇസ് ആക്ടിവേറ്റഡ് ടു ഡിഫറെന്റ് തിങ്സ് ഓൺ ഡിഫറെന്റ് ഗ്രൗണ്ട്സ്. ഓക്കെ, പവർ cannot be merely encircled in a political or economic framework. It is a broadly a social phenomena. എന്താണ് പവർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ഫ്രെയിംവർക്കിൽ മാത്രം ചുരുക്കി വെക്കാൻ സാധിക്കില്ല. ഓക്കെ, പവർ എന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്നത് അധികാരം ഓക്കെ മുൻപുള്ള അധികാരത്തിൽ നമുക്ക് എന്താണ് ഒരു പൊളിറ്റിക്കൽ ലീഗൽ അധികാരം എന്ന പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് ചുരുക്കാൻ പറ്റില്ല. ഇതിനകത്ത് എന്തുണ്ട്, ഒരു സോഷ്യൽ ഫിനോമിനയാണ്, ഒരു സോഷ്യൽ കൾച്ചറൽ ഫിനോമിനയാണ്. ഓക്കെ, പവർ തിയറീസ്. ഓക്കെ, പവർ കൺവെൻഷനൽ ഉണ്ട്, അൺകൺവെൻഷനൽ ഉണ്ട്. ഓക്കെ, പവർ തിയറീസ് കൺവെൻഷനൽ വ്യൂ പോയിന്റ് ആണ് സ്റ്റേറ്റ് ആസ് സിമ്പിൾ ഓഫ് പവർ. സ്റ്റേറ്റ് ആണ് പവറിന്റെ എന്ത് സിമ്പിൾ അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. ദ പവർ തിയറി വേർ സ്റ്റേറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് പവർ had its first brilliant expression in the Leviathan of Thomas Hobbes. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തോമസ് ഹോബ്സിന്റെ ലെവിയാഥനിലാണ് സ്റ്റേറ്റിന്റെ ഒരു പവറിന്റെ സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് പവറിന്റെ ഒരു സെൻട്രൽ ഫിഗർ എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്ന ഒരു പുസ്തകമാണ് ലെവിയാഥൻ. ആഫ്റ്റർ ഹോബ്സ്, ഹെഗൽ absolutized sovereign power of the state to the extent of discarding all ethics of international morality. എന്താണ് ഈ സോവറിൻ പവർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, അതായത് സോവറിന്റെ പവർ എന്ന് പറയുന്നത് ആബ്സല്യൂട്ടൈസ്ഡ് ചെയ്തു. ഓക്കെ, അത് ആബ്സല്യൂട്ട് പവർ ആക്കി, അത് സുപ്രീം പവർ ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഹെഗൽ, ഓബ്സിന് ശേഷം വന്ന ഹെഗൽ. അതിനെ പക്ഷെ ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്. അതായത് ശക്തി എന്ന് പറയുന്ന സാധനം, അല്ല അധികാരം എന്നൊരു സാധനത്തിന് എന്തില്ല, എത്തിക്സോ നാഷണൽ മൊറാലിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ഓക്കെ, എത്തിക്സും മൊറാലിറ്റി ഒക്കെ ഡിസ്കാർഡ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റിന് എന്താണ്, സ്റ്റേറ്റിന് ശക്തി കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആൾക്കാരെ ഒബീഡിയന്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, എത്തിക്സ് മൊറാലിറ്റി ഒക്കെ വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, the state power theory found its concrete manifestation when the Italian dictator Benito Mussolini, okay, Mussolini ആരെന്നറിയ ഇറ്റാലിയൻ ഡിക്റ്റേറ്റർ ആയിരുന്നു, declared nothing against the state, nothing above it, giving birth to the ideology of fascism. Okay, ഫാസിസം എന്ന് പറയുന്നത് ആക്ച്വലി മുസോളിനി സ്റ്റാർട്ട് ചെയ്ത പാർട്ടിയാണ്. ഓക്കെ, ഫാസിസം എന്ന് പറയുന്നത് അതാണ്. ഫാസിസം എന്ന് പറയുന്നത് ഐഡിയോളജിയുടെ ഉത്ഭവം. നമ്മുടെ എന്താണ് ഹിറ്റ്ലർ തുടങ്ങി വെച്ച ഐഡിയ അല്ല ഫാസിസം. ഫാസിസം എന്ന് പറയുന്ന വാക്ക് മുസോളിനിയുടെ ആയിരുന്നു. ഓക്കെ, മുസോളിനി തുടങ്ങി വെച്ചൊരു ഐഡിയ ആയിരുന്നു ഫാസിസം എന്ന് പറയുന്നത്. ഫാസിസം എന്ന് പറഞ്ഞാൽ നത്തിങ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്, സ്റ്റേറ്റിനെതിരെ ഒന്നുമില്ല, സ്റ്റേറ്റിന് മുകളിൽ ഒന്നുമില്ല. ഓക്കെ, സ്റ്റേറ്റിനെതിരെ ഒന്നുമില്ല, സ്റ്റേറ്റിന് മുകളിൽ ഒന്നുമില്ല, സ്റ്റേറ്റ് ആണ് സുപ്രീം. ഓക്കെ, ഇതാണ് ബെനിറ്റോ മുസോളിനിയുടെ ഐഡിയ. ഓക്കെ, ഫാസിസം സ്റ്റേറ്റ് മാത്രം, സ്റ്റേറ്റിന് മുകളിൽ ഒന്നുമില്ല, താഴെ ഒന്നുമില്ല. ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ പവർ. ക്ലാസ് പെർസ്പെക്റ്റീവ് ഓൺ പവർ. Class perspective on power was developed by Marx and Engels. Okay, during the mid of 9th century, according to this theory, political power is the product of economic power. നമ്മൾ ഒരു ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. എന്താണ് മാർക്സും എംഗൽസും എന്താണ് പറയുന്നത്, എക്കണോമിക് പവർ ആണ് പൊളിറ്റിക്കൽ പവറിന്റെ ബേസ്. ഓക്കെ, നമ്മൾ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്നൊരു ഐഡിയയെ കുറിച്ച് സംസാരിച്ചിരുന്നു. മാർക്സിസം ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കണോമിക്സ് ആണ് ബേസ്. ഓക്കെ, ഈ ക്യാപിറ്റലിസവും ഈ പ്രൊഡക്ഷനും ഫാക്ടറീസും ഈ പറയുന്ന ക്യാപിറ്റൽ ക്ലാസും ബൂഷ ക്ലാസും ഒക്കെ ഉള്ള കുറെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന എക്കണോമിക് ഒരു ബേസിലാണ്
ഉള്ളത്. ഓക്കെ, അതാണ് ബേസ്. അപ്പം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സൂപ്പർ സ്ട്രക്ചർ ആയിട്ട് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് എക്കണോമിക് പവറിന്റെ പ്രോഡക്റ്റ് ആണ് പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നതാണ് ക്ലാസ് പെർസ്പെക്റ്റീവ്. പിന്നെയാണ് മൈക്കിൾ ഫൊക്കോൾട്ടിന്റെ കോൺസെപ്റ്റ് ഓഫ് പവർ. ഓക്കെ, എന്താണ് നോക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് ഇൻ ക്രിട്ടിക്കൽ തിയറി ഹാസ് ബീൻ ദ സെന്റർ ഓഫ് അട്രാക്ഷൻ ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് പവർ, നോളജ് ആൻഡ് ഡിസ്കോഴ്സ്. ഓക്കെ, അപ്പൊ മൈക്കിൾ ഫൊക്കോൾട്ടിന്റെ പവർ കോൺസെപ്റ്റ് ആണ് പവർ എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഡിസ്കോസിൽ ഏർപ്പെട്ട ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻഫ്ലുവൻസ് ഇസ് പെർസെപ്റ്റബിൾ ഇൻ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ്, പോസ്റ്റ് മോഡേണിസ്റ്റ്, പോസ്റ്റ് ഫെമിനിസ്റ്റ്, പോസ്റ്റ് മാർക്സിസ്റ്റ്, പോസ്റ്റ് കൊളോണിയൽ തിയറീസ്. അപ്പം ഈ പറയുന്ന പോസ്റ്റ് സ്ട്രക്ചറൽ തിയറി ആയിക്കോട്ടെ, പോസ്റ്റ് മോഡേണിസം ആയിക്കോട്ടെ, പോസ്റ്റ് ഫെമിനിസം ആയിക്കോട്ടെ, പോസ്റ്റ് മാർക്സിസം, പോസ്റ്റ് കൊളോണിയൽ തിയറീസ് ആയിക്കോട്ടെ, അപ്പം ഇതിലെല്ലാം ഈ പറയുന്ന ഫൊക്കോൾട്ടിന്റെ പവർ എന്ന് പറയുന്ന ഫൊക്കോൾട്ടിയൻ കോൺസെപ്റ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് ഭയങ്കര പ്രതിബിംബിക്കുന്ന ഒരു കാര്യമാണ്. മൈക്കിൾ ഫൊക്കോൾട്ട് ഗേവ് എ ന്യൂ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് പവർ. ഓക്കെ, ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിംഗ് പവറിന് കൊണ്ടുവന്നു. ഹി ആർഗ്യൂ ദാറ്റ് പവർ ഇസ് നോട്ട് ഓൺലി ഹെൽഡ് ബൈ ദ ഗവൺമെന്റ് റൂളേഴ്സ് ബട്ട് എക്സിസ്റ്റ് എവരിവെയർ ഇൻ ദ സൊസൈറ്റി. മൈക്കിൾ ഫൊക്കോൾട്ട് എന്താണ് പറയുന്നത്? പവർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഭരണാധികാരികളുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, പവർ എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ്. അക്കോർഡിംഗ് ടു ഹിം, അവർ എവിടെ ഉണ്ട്? എല്ലാ സോഷ്യൽ റിലേഷൻഷിപ്പിലും ഉണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉണ്ട്. സോഷ്യൽ റിലേഷൻഷിപ്പ് എടുക്കാം, ഫാമിലി എടുത്തു വയ്ക്കുക. ഓക്കെ, നമുക്കൊരു പാട്രിയാർക്കൽ സിസ്റ്റം ആയത് ഫാമിലിയിൽ പവർ ആരുടെയിലുള്ളത്? സ്വാഭാവികമായിട്ടും കുടുംബനാഥൻ അല്ലെങ്കിൽ പുരുഷന്റെ കയ്യിലായിരിക്കും. ഓക്കെ, സ്വാഭാവികമായിട്ടും എല്ലാ കുടുംബങ്ങളും ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം കുടുംബങ്ങളും ഓക്കെ പുരുഷന്റെ കയ്യിലായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്തുണ്ട്? ഈ സോഷ്യൽ റിലേഷൻഷിപ്പിലും. ഓക്കെ, ഇനി അത് പോട്ടെ, നിങ്ങൾ ഒരു കമിതാക്കളായിരിക്കാം, ഒരു കാമുകനും കാമുകിയായിരിക്കാം. അങ്ങനെ സെറ്റപ്പിൽ കൂടെ എന്തുണ്ടാവും? ആ പവർ അവർ തമ്മിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലും കൂടുതൽ അധികാരം ഉണ്ടാവുക ആർക്കാണ്? സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പുരുഷനായിരിക്കാം. ഓക്കെ, പുരുഷനായിരിക്കും കൂടുതൽ ഉണ്ടാവാം, അത് ഭൂരിഭാഗം കേസുകൾ. അപ്പം സോഷ്യൽ റിലേഷൻഷിപ്പിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാം കാണപ്പെടുന്ന ഒരു സാധനമാണ് പവർ എന്നാണ് മൈക്കിൾ ഫൊക്കോൾട്ട്. He rejected the traditional idea that power belongs only to the state kings or political leaders. അപ്പൊ എന്താണ് ട്രഡീഷണൽ ഐഡിയ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് പവറിന്റെ സിമ്പൽ എന്ന് പറയുന്ന ഒരു കൺവെൻഷണൽ ഐഡിയ ഉണ്ടല്ലോ, സ്റ്റേറ്റ് ആണ് പവറിന്റെ സിമ്പൽ എന്ന് പറയുന്ന കൺവെൻഷണൽ ഐഡിയനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പുള്ളി പറഞ്ഞത് ഈ ഭരണാധികാരികളും രാജാക്കന്മാരും സ്റ്റേറ്റും മാത്രം വരുന്നതിനെ നമുക്ക് പവർ അവരുടെ കയ്യിലാണ് പവർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സമൂഹത്തിലെ എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ്. പവർ ഇസ് എവരിവെയർ. ഓക്കെ, പവർ ഓപ്പറേറ്റ്സ് ഇൻ ഫാമിലി, സ്കൂൾ, ഹോസ്പിറ്റൽ, പ്രിസൺ, മീഡിയ, ഓക്കെ, റിലീജിയൻ, വർക്ക് പ്ലേസ്. ഇപ്പൊ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ഇതുണ്ട്, പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓർഡിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ കൺട്രോൾ ഹ്യൂമൻ ബിഹേവിയർ. അപ്പൊ എന്താണ് ഈ പറയുന്ന ഓർഡിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ? ഈ പറയുന്ന പോലത്തെ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ബിഹേവിയറിന്, ഓക്കെ, മനുഷ്യൻ ഈ പറയുന്ന പവറിന് വേണ്ടിയുള്ള ആ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ, ആ ഹൈറാർക്കിനെ അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പവർ ആൻഡ് നോളേജ് ആർ കണക്റ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൊക്കോൾട്ട് പറയുന്നത് നോളേജ് ഇസ് പവർ എന്നാണ്. ഓക്കെ, നോളേജ് ഇസ് പവർ. ഓക്കെ, നോളേജ് ആണ് അല്ലെങ്കിൽ അറിവാണ് പവർ. ഓക്കെ, അറിവാണ് ശക്തി അല്ലെങ്കിൽ അറിവാണ് അധികാരം എന്നാണ് ഫൊക്കോൾട്ട് പറയുന്നത്. പീപ്പിൾ ഹു കൺട്രോൾ നോളേജ് ഓൾസോ കൺട്രോൾ സൊസൈറ്റി. അപ്പൊ ഈ പറയുന്ന അറിവിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ളത് ആരാണ്? അയാൾക്ക് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഈ പറയുന്ന കൺട്രോൾ പറ്റും. നമ്മൾ ഈ പറയുന്ന കുറെ ഈ മറ്റേ PSC ഇരുന്ന് പഠിക്കുന്ന പോലത്തെ അറിവല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ തെറ്റോ ശരിയോ ഭയങ്കര റാഷണൽ ആയിട്ടുള്ള അറിവുകളെയാണ് നമ്മൾ ഈ നോളജ് എന്നുകൊണ്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ഇതിൽ ഒരു ഡിസിഷൻ ക്വിക്കായിട്ട് എടുക്കാൻ കഴിയുക, ഒരു തെറ്റോ ശരിയോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളെയാണ് കുറച്ചും കൂടെ ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ടാവുക. അപ്പൊ അതിനൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ നോളജ് എന്ന് പറയുന്ന ഈ പെർസ്പെക്റ്റീവ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡോക്ടേഴ്സ് ഡിഫൈൻ നോർമൽ ആൻഡ് അബ്നോർമൽ. എക്സാമ്പിൾ, ഓക്കെ എന്താണ് ഇപ്പൊ നോളജ് കുറച്ച് ഈ പറയുന്ന നോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ കാണുന്ന ഒരു നോളജിന്റെ പെർസ്പെക്റ്റീവ്. ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? നോർമൽ എന്താണ്, അബ്നോർമൽ എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നിനക്ക് പ്രഷർ ഉണ്ടാ, ഷുഗർ ഉണ്ടാ, ഷുഗർ ഇല്ല. ഓക്കെ, ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? നമ്മൾ നോക്കിയിട്ട് ചുമ്മാ നമ്മുടെ ശരീരം നോക്കിയല്ല നമ്മൾ തീരുമാനം, നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊടുക്കുക. അപ്പൊ അവിടെ ആർക്കുണ്ട്? ഡോക്ടേഴ്സിന് ഈ പറയുന്ന ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അല്ലെങ്കിൽ പവർ ഉണ്ട്. ഓക്കെ, സ്കൂൾ ഡിസൈഡ് വാട്ട് ഇസ് ഗുഡ് ബിഹേവിയർ. സ്കൂളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളുകൾ നമ്മുടെ അതാണ് നേരത്തെ പറഞ്ഞത്, ഈ നമ്മുടെ ബിഹേവിയറിനെ ആര് ചെയ്യുന്നുണ്ട്? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളുകളാണ് നമുക്ക് ഈ പറയുന്ന കുറെ സിവിക് സെൻസും അല്ലെങ്കിൽ ഇതാണ് നല്ല പെരുമാറ്റം, ഓക്കെ, ഇത് മോശം പെരുമാറ്റമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? സ്കൂളുകളാണ്. ഓക്കെ, അപ്പൊ സ്കൂൾസിന് എന്തുണ്ട്? നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിന്റെ മുകളിൽ ഒരു അധികാരമുണ്ട്. മീഡിയ ഷേപ്സ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പൊ നമുക്കെല്ലാം അറിയുന്ന പോലെ മീഡിയക്ക് എന്തുണ്ട്? മീഡിയ ഈ പറയുന്ന പബ്ലിക്കിന്റെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഒപ്പീനിയൻസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെ എന്തുപയോഗിച്ചിട്ടാണ്? ഈ നോളേജ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അറിവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്, റാഷണൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ഡോക്ടർ ആയിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, മീഡിയ ആയിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോളേജ് ബിക്കംസ് എ ടൂൾ ഓഫ് പവർ. പവർ ഇസ് നോട്ട് ഓൺലി റിപ്രസീവ്. ട്രഡീഷണൽ തിങ്കേഴ്സ് ബിലീവ് പവർ ഓൺലി പണിഷസ് ഓർ സപ്രസസ്. ഇപ്പൊ പവർ എന്ന് പറയുന്ന ഒരു റിപ്രസീവ് സാധനമല്ല, അതായത് ആൾക്കാരെ അടിച്ചമർത്താനും പണിഷ് ചെയ്യാനും. ഓക്കെ, ഇപ്പം നമ്മുടെ ദണ്ഡ, നമ്മുടെ പഴയ ഈ ഹിന്ദു പുരാണം എന്താണ് ദണ്ഡനീതി ദണ്ഡയും ധർമ്മയുണ്ട്. അതായത് ധർമ്മ പറയുന്ന നീതി, ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് ട്രഡീഷണൽ സൊസൈറ്റി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ അവിടെ പണിഷ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സൊസൈറ്റിനെ നേരെയാക്കി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അവിടെ പണിഷ്മെന്റ് എന്ന് പറയുന്ന സംഭവം പവറിന്റെ ഒരു ഐഡിയ ആയിട്ട് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല എന്നാണ് ഫൊക്കോൾട്ട് ആർഗ്യൂ ചെയ്യുന്നത്. ഓക്കെ, പണിഷ്മെന്റ് ഉള്ളത് കൊണ്ട് മാത്രം ആൾക്കാർ നല്ല ബിഹേവിയറിലേക്ക് പോകത്തൊന്നുമില്ല. ഓക്കെ, പവർ എന്ന് പറയുന്നത് പണിഷ് ചെയ്യാനോ സപ്രസ് ചെയ്യാനോ മാത്രമുള്ള ഒരു ഐഡിയ അല്ല എന്നാണ് ഫൊക്കോൾട്ട് പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? പവർ എന്ന് പറയുന്ന ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്കൂളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ കുട്ടികളുടെ മുകളിൽ ആർക്ക് അധികാരമുണ്ട്? ഈ പറയുന്ന രീതിയിലുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അധികാരമുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പവർ ഈ പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ പവർ, ഈ അധികാരത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിയിൽ ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ആൾക്കാരുടെ മുകളിൽ എന്താണ് ഒരു പവർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാരെ ഡിസിപ്ലിൻ, ലോസ് ഒക്കെ മുഖേന ആൾക്കാർ ഡിസിപ്ലിൻ ഉണ്ടാകുന്നുണ്ട്. ഒബീഡിയന്റ് സിറ്റിസൺസിനെ, ഓക്കെ, ഈ പറയുന്ന ബിഹേവിയർ ഒക്കെ ഷേപ്പ് ചെയ്യുന്ന ഒബീഡിയന്റ് ആയിട്ടുള്ള സിറ്റിസൺസിനെ ഉണ്ടാക്കുന്നുണ്ട്. ദസ് പവർ ഇസ് ബോത്ത് റിപ്രസീവ് ആണ്, പ്രൊഡക്റ്റീവ് ആണ്. അപ്പൊ പവർ എന്താണ്? റിപ്രസീവ് ആണെന്ന് മാത്രം, റിപ്രസീവ് ആണ്. ഓക്കെ, റിപ്രസീവ് ആണ്. ആൾക്കാർ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ കൊണ്ട് നിർത്തിയിട്ട് എന്താണ് അത് വെച്ചിട്ട് ആൾക്കാരെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ആൾക്കാരെ ഒബീഡിയന്റ് ആക്കുന്നുണ്ട്, ആൾക്കാരെ ഒരു സിവിക് ഒരു സിറ്റിസൺ ആക്കി മാറ്റുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രൊഡക്റ്റീവും കൂടെയാണ്. ഓക്കെ, നമ്മുടെ ബിഹേവിയർ അവിടെ ഇമ്പ്രൂവ് ആവുകയാണ്. ഓക്കെ, അപ്പൊ അത് പ്രൊഡക്റ്റീവ് ആണ്. ഗിവ് ആൻഡ് ടേക്ക് സാധനമാണ് പവറിൽ വർക്ക് ആവുന്നതാണ് ഫൊക്കോൾട്ട് പറയുന്നത്. ഡിസിപ്ലിനറി പവർ. മോഡേൺ സൊസൈറ്റീസ് കൺട്രോൾ പീപ്പിൾ ത്രൂ ഡിസിപ്ലിൻ ആൻഡ് സർവൈലൻസ്. ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സർവൈലൻസ്. ഓക്കെ, മോഡേൺ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പവർ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ആൾക്കാരുടെ മുന്നിലുള്ള പവർ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസിപ്ലിൻ ആൻഡ് സർവൈലൻസ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റിപ്രസീവ് സാധനങ്ങളിലൂടെ വരുന്നത്, അതായത് എന്തെങ്കിലും പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നുകൊണ്ടാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുക. സർവൈലൻസ് ആണ് ഒരു കാര്യം. ഓക്കെ, ഇമ്പോർട്ടന്റ് കാര്യം. അതായത് എന്ന് പറയുന്ന ഒരു മതിൽ എഴുതി വെച്ചു. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു മനുഷ്യ എന്ന രീതിയിൽ അങ്ങനെ സാധനം കണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ തുപ്പിപ്പോകും. ഓക്കെ, തുപ്പിപ്പോകും. പക്ഷെ അവിടെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ തുപ്പിപ്പോകും. ഓക്കെ, ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യില്ല. അല്ലെങ്കിൽ അവിടെ എന്താണ്, വേസ്റ്റ് വലിച്ചെറിയരുത്. ഓക്കെ, സ്ഥിരം വേസ്റ്റ് വലിച്ചെറിയുന്ന സ്ഥലത്ത് ഒരു ക്യാമറ കൊണ്ട് വെക്കുകയാണ്. പിന്നെ അവിടെ എന്താണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ വേസ്റ്റ് കൊണ്ടിടുവോ? ഇല്ല. ചുമ്മാ ആ ക്യാമറ ഓൺ ആക്കുക പോലും, കണക്ട് ചെയ്യുക പോലും വേണ്ട, പവർ പോലും കൊടുക്കണ്ട, ഒരു ഡമ്മി ക്യാമറ കൊണ്ട് വെച്ചാൽ മതി. ഓക്കെ, ഒരു ഡമ്മി ക്യാമറ കൊണ്ട് വെച്ചാൽ ആൾക്കാർ അങ്ങനെ ചെയ്യുമോ? ഇല്ല. ഓക്കെ, അതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സർവൈലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുന്ന പവർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കണക്ക് തന്നെ അറ്റൻഡൻസ് സിസ്റ്റം. സ്കൂളുകളിൽ അറ്റൻഡൻസ് സിസ്റ്റം എന്താണ്? ഡിസിപ്ലിൻ. സ്കൂളിലെ റൂൾസ് ഉണ്ടാക്കുക. ഓക്കെ, അത് കണക്ക് തന്നെ പ്രസന്റ് മോണിറ്ററിംഗ്. പ്രസന്റ് മോണിറ്ററിംഗിന്റെ ഒരു പാനാപ്റ്റിക്കോൺ തിയറി നമുക്ക് ഇപ്പോൾ നോക്കാം. അപ്പം ആൾക്കാർ പീപ്പിൾ ഒബേ ബിക്കോസ് ദേ ഫീൽ ദേ ആർ കോൺസ്റ്റന്റ്ലി വാച്ച്ഡ്. അപ്പൊ എന്താണ് പറയുന്നത്? പീപ്പിൾ എന്തുകൊണ്ട് ഒബേ ചെയ്യുന്നു? ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന സിസ്റ്റം, അല്ലെങ്കിൽ സ്റ്റേറ്റിലുള്ള പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിക്കോട്ടെ, ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു കോൺസ്റ്റന്റ് സർവൈലൻസിലാണ്. ഓക്കെ, സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള ഒരു കോൺസ്റ്റന്റ് സർവൈലൻസിലാണ് നമ്മൾ. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ് പണിഷ് ചെയ്യും എന്നൊരു ഐഡിയ എന്താണ് ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സർവൈലൻസ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഓപ്പൺ ആണ് എന്നൊരു ഐഡിയ. ഇപ്പൊ കേരളത്തിൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ എന്തോന്നു ക്യാമറ വന്നു, അത് സർവൈലൻസ് ആണ്. ഓക്കെ, ക്യാമറ വന്നപ്പോഴത്തേക്കും ഇതുവരെ ഹെൽമെറ്റ് വാങ്ങാൻ ആൾക്കാർ ഒരു ഹെൽമെറ്റ് വാങ്ങിയില്ലേ? ഓക്കെ, അതൊരു സർവൈലൻസ് ആണ്. ഓക്കെ, ആൾക്കാരെ ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സോഷ്യൽ ഓർഡർ കൊണ്ടുവരാൻ വേണ്ടിയുള്ളത് സർവൈലൻസ് ആണ്. അപ്പൊ അതിൽ എന്താണ് പണിഷ്മെന്റ്. ഓക്കെ, പണിഷ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ നിർത്തിയിട്ട്, അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയുന്ന സംഭവം നിർത്തിക്കൊണ്ട് ആൾക്കാരെ എന്താക്കുന്നു? സർവൈലൻസിലൂടെ. യൂണിറ്റ് 3 മോഡൽ 3 അല്ലേ? അല്ല, യൂണിറ്റ് 3യോ യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2 മോഡ്യൂൾ 2 ആണ്.
പിന്നെയാണ് പനാപ്റ്റിക്കോൺ തിയറി. പനാപ്റ്റിക്കോൺ തിയറി എന്ന് പറഞ്ഞാൽ ജെറമി ബന്ധം കൊണ്ടുവന്ന ഒരു തിയറിയാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൈക്കൽ ഫൊക്കോൾട്ടിന്റെ ഈ സർവൈലൻസ് പറഞ്ഞ ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ജെറമി ബന്ധം കൊണ്ടുവന്ന ഒരു പ്രിസൺ ആണ്. ഓക്കെ, ബേസിക്കലി അതൊരു പ്രിസൺ ആണ്. അപ്പൊ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ജെറമി ബന്ധമാണ് കേട്ടോ, മൈക്കൽ ഫൊക്കോട്ട് അല്ല, ജെറമി ബന്ധമാണ് പനാപ്റ്റിക്കോൺ തിയറിയുടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രസന്റ് സെൽസ് ആണ്. ഇതിന് നടുക്കൊരു വാച്ച് ടവർ ഉണ്ട്. ഓക്കെ, ഈ വാച്ച് ടവറിന്റെ അകത്തിരുന്ന് ആള് എങ്ങോട്ടാണ് വാച്ച് ടവറിലെ സെക്യൂരിറ്റി നോക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. ഓക്കെ, വാച്ച് ടവറിലെ സെക്യൂരിറ്റി ആരെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത്, ഈ പ്രസന്റ് എന്ന് പറഞ്ഞാൽ പ്രിസണേഴ്സ് നെവർ നോ വെൻ ദേ ആർ ബീങ് വാച്ച്ഡ്, സോ ദേ ഡിസിപ്ലിൻ ദംസെൽഫ്. ഓക്കെ, അതായത് എന്താണ് ഈ ഡിസൈൻ കണ്ടില്ലേ, ആരെയാണ് സെക്യൂരിറ്റി ഗാർഡ് വാച്ച് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് എല്ലാവരും ഡിസിപ്ലിൻഡ് ആകുന്നു എന്നൊരു ഐഡിയയാണ് പനാപ്റ്റിക്കോൺ പ്രിസൺ തിയറി പറയുന്നത്. ഓക്കെ, ഫൊക്കോൾട്ട് സെഡ് മോഡേൺ സൊസൈറ്റി വർക്ക് സിമിലർലി ത്രൂ സർവൈലൻസ്. ഓക്കെ, ഫൊക്കോൾട്ട് എന്താണ് പറയുന്നത്, മോഡേൺ സൊസൈറ്റിയും ഇതേ കണക്കൊരു സർവൈലൻസ് ഉണ്ട്. അത് സ്റ്റേറ്റിന്റെ സർവൈലൻസ്, അത് ഈ പറയുന്ന CCTV തന്നെ ആവണമെന്നില്ല. ഓക്കെ, അത് പോലീസ് ഒരു സർവൈലൻസിനുള്ള മെക്കാനിസം ആണ്. ഓക്കെ, പോലീസ് ഒരു സർവൈലൻസിനുള്ള മെക്കാനിസം ആണ്. അപ്പോൾ CCTV തന്നെ ആവണമെന്നില്ല, സ്റ്റേറ്റിനെ ഏത് രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നമ്മുടെ എന്താണ് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഒരു PT ടീച്ചർ ഉണ്ടാവും. ഓക്കെ, ഒരു കമ്പ് കൊണ്ട് അങ്ങോട്ട് കൊണ്ട് ഒരു PT ടീച്ചർ ഉണ്ടാവും. അല്ലെങ്കിൽ സ്ഥിരം കമ്പ് കൊണ്ട് അങ്ങോട്ട് ഒന്ന് രണ്ട് ടീച്ചർമാരെങ്കിലും ഉണ്ടാവും. അവരൊക്കെ എന്താണ് ഒരു സർവൈലൻസ് ആണ്. ഓക്കെ, അതൊക്കെ സർവൈലൻസ് ആണ്. അല്ലെങ്കിൽ സർവൈലൻസ് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ്ലി വാച്ച്ഡ് ആണ്, അപ്പൊ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടിരുന്നെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് അവിടെ വരുന്നത്. പിന്നെ ഫൊക്കോൾട്ടിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്സ്, ഡിസിപ്ലിൻ ആൻഡ് പണിഷും ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി ആണ് ഫൊക്കോൾട്ടിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്സ്. ഓക്കെ, ഈ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി മനസ്സിലായെന്ന് വിചാരിക്കും. പിന്നെ സ്റ്റീവൻ ബുക്സിന്റെ ഒരു 3 കോൺസെപ്റ്റ് ക്ലാസ് ഉണ്ട്, അത് നമുക്ക് നാളെ നോക്കാം കേട്ടോ. അത്യാവശ്യം അതും കൂടെ നോക്കിയിട്ട് നമ്മൾ ലെജിറ്റിമസി അതോറിറ്റിയും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഐഡന്റിറ്റി പൊളിറ്റിക്സും കൂടെ നമുക്ക് ഒരു 2 ക്ലാസ് കൊണ്ട് തീർക്കാം. 2 ക്ലാസ് വേണ്ട. ഓക്കെ, ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.